Hello friends, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് ബോംബെ മസാല ടോസ്റ്റ്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. നമുക്ക് ആദ്യമായിട്ട് 2 പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുക്കാം. 3-4 വിസിൽ വരുന്നവരെ ബോയിൽ ചെയ്താൽ മതി. ഇതിനേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എണ്ണ, 1 ക്യൂക്കമ്പർ, 1 ടൊമാറ്റോ, ഉപ്പ്, ചാറ്റ് മസാല, മല്ലിയില, ബട്ടർ, നാരങ്ങ, പച്ചമുളക്, ബ്രെഡ് സ്ലൈസസ്. നമ്മൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഇതിന്. അതുകൂടാതെ പൊട്ടാറ്റോ പീൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്ന ഇതിൽ കിടക്കാം. ഇതിൽ നമുക്ക് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഏതെങ്കിലും നട്ട്, ബദാം അല്ലെങ്കിൽ കാഷ്യൂനട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ കപ്പലണ്ടി അല്ലെങ്കിൽ തേങ്ങ 1/4 കപ്പ് യൂസ് ചെയ്ത് നാരങ്ങയും ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്കിതിന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അധികം വെള്ളം ചേർക്കരുത്, ഇത് നമുക്ക് ചട്നി ആയിട്ട് യൂസ് ചെയ്യാനാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ജീരകം ഇടാം. ജീരകം സ്പ്ലട്ടറായി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊട്ടാറ്റോ, ഇനി നമുക്ക് ഈ മിക്സ്ചർ മുഴുവൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ച ഉള്ളി ചേർക്കാം. നമ്മുടെ സവാള മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വേവിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ്, ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് കുറച്ചും കൂടി ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളുടെ മിക്സ്ചർ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിൽ കിടക്കാം. നമുക്ക് ബ്രെഡിൽ 2 സൈഡിലും ഇഷ്ടമാണെങ്കിൽ ബട്ടർ തേക്കാം, വേണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ്ലി ചട്നി തേക്കാം. ഞാൻ കുറച്ച് ബട്ടർ തേക്കുന്നുണ്ട് 2 സൈഡിലും. ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ്ചർ നന്നായിട്ട് നമ്മളുടെ സ്ലൈസിലേക്ക് തേച്ച് ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് ടോപ്പ് ചെയ്യാം. ഞാൻ ക്യുക്കുംബറും ടൊമാറ്റോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് സവാള ഇഷ്ടമാണെങ്കിൽ സവാള ചേർക്കാം, ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് ഇതിന് ടോപ്പ് ചെയ്യാം.
വെജിറ്റബിൾസ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചാട്ട് മസാല നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യണം, എന്നാൽ അത് കുറച്ചും കൂടി ടേസ്റ്റി ആയി വരും. ഞാൻ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് എടുത്തിരിക്കണേ, കാരണം ഇവിടെ വെജിറ്റബിൾസ് അങ്ങനെ റോ ആയിട്ട് ആരും കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രപ്പോർഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഈ ടോസ്റ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രിൽ ചെയ്തെടുത്താലും മതിയാവും. പക്ഷേ ശരിക്കും ഒത്തൻറ്റിക്കലി ബോംബെ ടോസ്റ്റ് ഈ ടോസ്റ്ററിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 സൈഡ് നല്ലോണം ടോസ്റ്റ് ചെയ്ത് എടുക്കാം. നല്ല ക്രിസ്പി ആവുന്നവരെ ടോസ്റ്റ് ആക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എന്നാൽ അത് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 2 സൈഡ് നന്നായി വേവിച്ചെടുക്കാം. ഇതുകൊണ്ട് നമ്മളുടെ ഒരു സൈഡ് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഇത് അടുത്ത സൈഡുമായി. ഇനി നമുക്കിത് വാങ്ങാം. ഇത് കണ്ടോ, എന്ത് നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഏത് സൈസിലും ഷേപ്പിലും നമുക്ക് ആവശ്യമുണ്ട് ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. ഇത് കണ്ടു, വളരെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്ത് റെഡി ടു സെർവ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.